ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഇനി ഇന്ത്യയിൽ എവിടെയും ട്രെയിനിൽ യാത്ര ചെയ്യാൻ UDID കാർഡ് മാത്രം മതിയാവും. ചലന വൈകല്യമുള്ള ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. 2022 ജൂലൈ മാസത്തിൽ PhD മൈസൂർ യൂണിവേഴ്സിറ്റി എനിക്ക് അവാർഡ് ചെയ്തു. 2023 മുതൽ അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. നമസ്കാരം. UDID കാർഡ്, യുണീക്ക് ഡിസേബിലിറ്റി ഐഡന്റിറ്റി കാർഡ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ സംയുക്തമായി സാമൂഹ്യ നീതി മന്ത്രാലയം വഴി നടപ്പിലാക്കി വരുന്ന യുണീക്ക് ഡിസേബിലിറ്റി ഐഡന്റിറ്റി കാർഡ് എന്താണ് നോക്കാം. വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ. ആധാർ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ്, ATM കാർഡ്, ലൈസൻസ്, ഇങ്ങനെ തുടങ്ങി അനവധി കാർഡുകൾ നമ്മൾ ഓരോ വ്യക്തികളും ഇന്ന് കൊണ്ടു നടക്കേണ്ട സാഹചര്യം ഉണ്ട് അല്ലേ? ഒരു ഡിസേബിലിറ്റി ഉള്ള വ്യക്തിയെ സംബന്ധിച്ച് ഇത് കൂടാതെ മറ്റു ചില കാർഡുകൾ കൂടി കൊണ്ടു നടക്കേണ്ട സാഹചര്യം ഇന്നുണ്ട്. ഉദാഹരണം പറയുകയാണ് എങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ, അതുപോലെ KSRTC ബസ്സിൽ അനുവദിച്ചിട്ടുള്ള സൗജന്യ യാത്രാ പാസ്, റെയിൽവേ കൺസഷൻ പാസ്, വൈകല്യം തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് അനുവദിച്ചിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ തുടങ്ങി മറ്റു ചില രേഖകൾ കൂടി ഒരു വൈകല്യമുള്ള വ്യക്തി കൊണ്ടു നടക്കേണ്ട ആവശ്യകതയുണ്ട്. UDID കാർഡ് പൂർണ്ണമായും നടപ്പിലാക്കുന്നതോടുകൂടി വൈകല്യം ഉള്ള വ്യക്തികൾക്ക് ഇന്ത്യയിലാകമാനം വൈകല്യം തെളിയിക്കുന്ന ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖയായി UDID കാർഡ് ഉപയോഗിക്കുവാനും മറ്റു ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാനും സാധിക്കുന്നതാണ്. RPWD ആക്ട് പ്രകാരം 21 വൈകല്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരം വൈകല്യങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികളുടെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നതും ഇതിന്റെ മറ്റൊരു പർപ്പസ് ആണ്. UDID കാർഡ് ഒരു വ്യക്തിക്ക് എങ്ങനെ നേടിയെടുക്കാം? ആധാർ കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിച്ച് നേടിയെടുക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. ഗൂഗിളിൽ UDID കാർഡ് എന്നോ സ്വാവലംബം എന്ന സൈറ്റിൽ ആവശ്യമായ രേഖകൾ നൽകി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സൈറ്റിൽ കാണുന്ന അപ്ലൈ ഫോർ UDID കാർഡ് എന്ന ഓപ്ഷനിൽ താഴെ പറയുന്ന സ്റ്റെപ്സ് എല്ലാം വായിച്ചതിനു ശേഷം ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ പ്രോസസ് എന്നതിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒന്നാമത്തെ ഓപ്ഷൻ നിലവിൽ സർട്ടിഫിക്കറ്റും UDID കാർഡും ഇല്ലാത്ത ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള പ്ലാറ്റ്ഫോം. രണ്ടാമത്തെ ഓപ്ഷൻ നിലവിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കും അപേക്ഷ റിജക്ട് ചെയ്ത ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അതിനോടൊപ്പം വൈകല്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്ത ഓപ്ഷൻ അപ്ലൈ ചെയ്തിട്ട് അപേക്ഷ പെൻഡിംഗ് ആയി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉള്ളതാണ്. ആവശ്യമായ വിവരങ്ങൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് UDID കാർഡ് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഒന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് OTP വരുന്നതാണ്. ആദ്യമായിട്ട് UDID കാർഡ് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഒന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് OTP വരുന്നതാണ്. OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാനായി സാധിക്കും. ആവശ്യമായ വിവരങ്ങളും ഡോക്യുമെന്റും നൽകി അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഹോസ്പിറ്റലിലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ കൊടുത്ത ആശുപത്രിയിൽ നിന്നും വിളിച്ചറിയിക്കുന്ന തീയതിയിൽ മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാവേണ്ടതാണ്. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഇനി ഇന്ത്യയിൽ എവിടെയും ട്രെയിനിൽ യാത്ര ചെയ്യാൻ UDID കാർഡ് മാത്രം മതിയാവും. ഈ നേട്ടത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ മധുസാറാണ്. റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന യാത്രാ കൺസഷൻ പാസിൽ ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ UDID കാർഡ് ഉപയോഗിച്ച് ലഭിക്കും എന്ന് പറയുന്ന യൂട്യൂബ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ ഈ വീഡിയോയിൽ പറയുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് റെയിൽവേയിൽ അന്വേഷിച്ചു നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. സർ, ഡിസേബിലിറ്റി ഉള്ള വ്യക്തികൾക്ക് റെയിൽവേ കൺസഷൻ പാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ഈ പാസിൽ ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി
യാത്രക്കാർക്ക് യാത്രാ സമയത്ത് പകരം UDID കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല ഇല്ല ഇല്ല. അതായത് യൂണിക് ID കാർഡ് എന്ന് പറയുന്നത് ഒരു ഡിസബിൾഡ് ID കാർഡ് മാത്രമാണ്. റെയിൽവേയുടെ യാത്രാ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. UDID കാർഡ് ലഭിച്ച വ്യക്തികൾക്ക് ഏതെല്ലാം രീതിയിലാണ് പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. ചലന വൈകല്യം നേരിടുന്ന സഹദ് ഖാനെ നമുക്ക് ആദ്യം കോണ്ടാക്ട് ചെയ്യാം. സഹദ് എന്നല്ലേ പേര്? അതെ, സഹദ് മുഹമ്മദ്. സഹദ് മുഹമ്മദ് ആ. UDID കാർഡ് ഉള്ള വ്യക്തിയാണല്ലേ? ആണ്. ആണ്. UDID കാർഡ് ഏകദേശം ഏത് വർഷത്തിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്? ഇപ്പൊ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് എടുത്തിരുന്നു. പക്ഷെ അതിന്റെ അത് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി. അത് രണ്ടാമത് എടുത്തതാണ്. രണ്ടാമത് എടുത്തു. അതായത് 2024 രണ്ടാമത് UDID കാർഡ് എടുത്തു. ഹലോ, കേൾക്കാമോ? അതെ. എടുത്തു. ഓക്കെ. ഈ UDID കാർഡ് കൊണ്ട് എന്തെല്ലാം പ്രയോജനം ആണ് താങ്കൾക്കുണ്ടായിട്ടുള്ളത്? അതായത് നമ്മളിപ്പോ ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നതിന് പകരം അത് ഉപയോഗപ്പെടുത്തുന്നിടത്തെല്ലാം നമുക്ക് ഈ UDID കാർഡ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. ഇല്ല, നമ്മളിപ്പോ ആദ്യം UDID കാർഡ് വേണം, കമ്പൽസറി ആണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് ഇല്ല, ഇനിയിപ്പോ അതില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമതും അതിന് ഇല്ലാത്തവര് അത് രണ്ടാമത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഇപ്പൊ അടുത്ത് വന്നിരുന്നല്ലോ. അതെ. അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച്, ഒരു ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ച് പറഞ്ഞാല് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോ എടുക്കൽ നിർബന്ധമാവും. അതെ. ഇപ്പൊ നമുക്ക് എടുക്കാൻ പോകുന്ന ഒരുപാട് ചലന വൈകല്യമുള്ള ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതെ. സഹദിന് ഏതു തരം ഡിസേബിലിറ്റി ആണുള്ളത്? ലോക്കോമോട്ടർ ഡിസബിലിറ്റി, ചലന വൈകല്യം ഉണ്ട്. ഓക്കെ സഹദ്. അപ്പൊ സഹകരിച്ചതിന് നന്ദി. ഗുഡ് മോർണിംഗ് സർ. സർ, ഞാൻ വിളിച്ചത് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പ്രൈവറ്റ് ബസ്സിൽ സൗജന്യ യാത്രാ പാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. കേൾക്കാമോ? ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പ്രൈവറ്റ് ബസ്സിൽ സൗജന്യ യാത്രാ പാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ പാസിന്റെ അതേ ആനുകൂല്യങ്ങള് UDID കാർഡ് ഉപയോഗിച്ച് ലഭിക്കുമോ? നിങ്ങൾക്ക് അതിന്റെ അത് കിട്ടില്ല. അതിന് ഇവിടുന്ന് പാസ് തരണം. നമ്മൾ പാസിന് അപ്ലൈ ചെയ്ത് പാസ് കിട്ടിയാൽ മാത്രമേ കിട്ടുള്ളൂ. പാസ് കിട്ടിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് കാണിക്കണം, പാസ് കാണിക്കണം. ഇവിടുന്ന് ഇഷ്യൂ ചെയ്യുന്ന പാസ് ഇല്ലേ, അത് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ. ആ പാസിന് പകരമായിട്ട് UDID കാർഡ് ഉപയോഗിച്ച് സൗജന്യ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ സർ. ആ പാസിന് പകരം UDID കാർഡ് ഉപയോഗിച്ച് സൗജന്യ യാത്ര ചെയ്യാനായിട്ട് പറ്റൂല. കാഴ്ച വൈകല്യമുള്ള വ്യക്തികളുടെ വെൽഫെയറിനായി പ്രവർത്തിക്കുന്ന കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകനായിട്ടുള്ള കൃഷ്ണൻ മാഷെ നമുക്ക് വിളിക്കാം. കൃഷ്ണൻ സാറും കാഴ്ച വൈകല്യം നേരിടുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് UDID കാർഡ് ഏതെല്ലാം രീതിയിലാണ് പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കൃഷ്ണൻ മാഷല്ലേ സംസാരിക്കുന്നേ? അതെ, കൃഷ്ണൻ മാഷാണ് സംസാരിക്കുന്നത്. ഓക്കെ. സർ, എന്തൊക്കെയാണ് പരിപാടി? രാവിലത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വയനാട് നല്ല തണുപ്പാണ്. ഇവിടെ ഇലക്ഷൻ ഒക്കെ വരുവാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചൂടും ചൂരും ഒക്കെ ഉണ്ട്. നാളെ 11-ാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വടക്കൻ ജില്ലകളിൽ നടക്കാൻ പോവുകയാണ്. ഓക്കെ. സാർ ഇപ്പോ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണല്ലേ? അതെ. ഓക്കെ. ഏത് സ്ഥാപനത്തിലായിരുന്നു സാർ ഇപ്പോ വർക്ക് ചെയ്യുന്നത്? ഞാൻ NMSM ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റ, വയനാട്ടിലെ ഗവൺമെന്റ് സെക്ടറിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് NMSM ഗവൺമെന്റ് കോളേജ്. ഓക്കെ. സാർ PhD ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് കേട്ടിരുന്നു. അതിന്റെ ഒരു കംപ്ലീറ്റ് ആയോ PhD?
PhD 2016 മുതൽ 22 വരെ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ ആ അവിടുത്തെ പ്രൊഫസറായ ഡോക്ടർ കൃഷ്ണ ഹംബാൾ, അദ്ദേഹം പൂർണ്ണമായും കാഴ്ചയില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ PhD ചെയ്തുകൊണ്ടിരുന്നത്. 2022 ജൂലൈ മാസത്തിൽ PhD മൈസൂർ യൂണിവേഴ്സിറ്റി എനിക്ക് അവാർഡ് ചെയ്തു. ഓക്കെ ഓക്കെ. സാർ ഏത് വിഷയത്തിലായിരുന്നു സാർ PhD എടുത്തിരുന്നത്? കാഴ്ചയില്ലാത്തവരുടെ ശാക്തീകരണത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന സംഘടനയുടെ പങ്ക്, ഈ വിഷയത്തിലാണ് ഞാൻ PhD ചെയ്തത്. ഓക്കെ ഓക്കെ. കാഴ്ച വൈകല്യം നേരിടുന്ന വ്യക്തികളുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായിട്ടുള്ള കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന സംഘടനയ്ക്ക് വേണ്ടി സാറ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതിൽ സാറ് ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തി വരുന്നത്? കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 1967 രൂപീകൃതമായത്. കുന്നംകുളം വിദ്യാലയത്തില്, കാഴ്ചയില്ലാത്തവരുടെ വിദ്യാലയത്തിൽ വെച്ചിട്ടാണ് ഈ പ്രസ്ഥാനം 1967 സെപ്റ്റംബർ 10, 11 തീയതികളിൽ വെച്ചിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു യോഗത്തിൽ വെച്ചാണ് ഈ സംഘടന രൂപീകൃതമായത്. ഇതിന്റെ ഒരു ഘടകം വയനാട് ജില്ലയിലും 1984 മുതൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. 1995 മുതൽ 2022 വരെ വയനാട് ജില്ലാ പ്രസിഡന്റായിട്ട്, KFBയുടെ വയനാട് ജില്ലാ പ്രസിഡന്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2023 മുതൽ അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പോ സാർ, നമ്മള് ഇപ്പൊ UDID കാർഡിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കിലായിരുന്നു നമ്മളിപ്പോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാറിന് UDID കാർഡ് ലഭിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ലഭിച്ചിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ. സാർ, UDID കാർഡിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? UDID കാർഡ് എന്തുകൊണ്ടും വൈകല്യമുള്ളവരുടെ ഒരു ID കാർഡായിട്ട് നമ്മൾ അംഗീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പല സന്ദർഭങ്ങളിലും ഇത് കാഴ്ച വൈകല്യമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് ഭിന്നശേഷിക്കാർ ആർക്കായാലും ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ദേശീയ തലത്തില് നമുക്കിത് എല്ലാ മേഖലകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റണം എന്നാണ് എനിക്ക് ഇതേ സംബന്ധിച്ച് പറയാനുള്ളത്. ട്രെയിൻ യാത്രയിലായാലും ബസ് യാത്രയിലായാലും മറ്റ് ഗവൺമെന്റ് ഓഫീസുകളിലായാലും ഒക്കെ കാഴ്ച വൈകല്യമുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള മറ്റു ഭിന്നശേഷിക്കാർക്ക് തങ്ങളുടെ വൈകല്യം എന്താണെന്ന് കാണിക്കുന്നതിനുള്ള ഒരു ID കാർഡായി ഇത് മാറ്റണമെന്നും, അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയാലും മറ്റ് സർട്ടിഫിക്കറ്റുകളായാലും ഒക്കെ നമ്മൾ ഗവൺമെന്റിന്റെ ഔദ്യോഗിക രേഖയായി ഈ UDID കാർഡിനെ മാറ്റണം. അത് അത്തരത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഒരു കാർഡ് കൊണ്ട് യാത്രയായാലും പെൻഷൻ നൽകുന്നതിനായാലും ഗവൺമെന്റിന്റെ മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനായാലും എല്ലാത്തിനും UDID കാർഡ് എന്ന ഒറ്റ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്കത് ലഭ്യമാക്കാനുള്ള ഒരു രീതി സാധിക്കണം എന്നാണ് ഈ UDID കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഒരുപാട് സമയത്ത് ഇത് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ട്രെയിൻ യാത്രയിലായാലും മറ്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ കളക്ടറേറ്റിലോ ഒക്കെ പോകുന്ന സമയത്ത് വൈകല്യമുള്ള ആളാണ് എന്നും കാണിക്കുന്നതിന് ഈ കാർഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. ഉള്ളതുകൊണ്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതിന്റെ സാധ്യതകൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ ഗവൺമെന്റും ഇതിന്റെ കാർഡ് ഹോൾഡേഴ്സും സന്നദ്ധമാകണമെന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ ഓക്കെ. സാർ, അതായത് ഇപ്പൊ സാർ ഇപ്പൊ കാഴ്ച വൈകല്യം ഉള്ള വ്യക്തികളുടെ സംഘടനയിൽ ആണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ കാഴ്ച വൈകല്യം ഉള്ള വ്യക്തികൾക്ക് ഒരുവിധം എല്ലാവർക്കും, അതായത് ഭൂരിഭാഗം ആളുകൾക്കും ഈ UDID കാർഡിനെ കുറിച്ചൊരു കൃത്യമായ ധാരണയുണ്ടോ? സാറിന്റെ അതിന്റെ അഭിപ്രായം എന്താണ്? UDID കാർഡ്
എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. അപ്പൊ അത് ഈ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, വില്ലേജ് ഓഫീസ്, അങ്ങനെയുള്ള എല്ലാ തട്ടുകളിലും എല്ലാ മേഖലകളിലും ഇതിനെ കുറിച്ചുള്ളൊരു പൊതുവായ അവയർനെസ് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വില്ലേജുകൾ, അംഗനവാടികൾ, ഇതെല്ലാം കാഴ്ച വൈകല്യമുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള മറ്റു ഭിന്നശേഷിക്കാരെ അഡ്രസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. സാമൂഹ്യക്ഷേമ വകുപ്പ് പ്രത്യേകിച്ചും അത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഇടയിൽ ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ഉണ്ടാക്കുകയും നമ്മൾ അതനുസരിച്ച് അത് നേടിയെടുക്കാനുള്ള, അത് വാങ്ങിയെടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുചെന്ന് എത്തിക്കണം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അതെ, അപ്പൊ ഉപഭോക്താക്കളായിട്ടുള്ള വ്യക്തികൾ ഇതിന്റെ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അല്ലേ? അതെ അതെ അതെ. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ സഹകരിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, ഹാപ്പി ഡേ. താങ്ക് യു. സമയപരിമിതി കാരണം കുറഞ്ഞ ആളുകളെ മാത്രമാണ് വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോ UDID കാർഡിനെ കുറിച്ച് വൈകല്യമുള്ള വ്യക്തികൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, എല്ലാവരും മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഹാപ്പി ഡേ.